പേര് ഷൈബി. ഞാൻ ലേഡീസ് ക്ലബ്ബ് ജിമ്മിൻ്റെ ഓണറാണ്. ഞങ്ങളിപ്പോൾ ഈ ഫീൽഡിൽ 3 വർഷമായിട്ടുണ്ട്. ലേഡീസ് ഓൺലി എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ്. അങ്ങാടിപ്പുറം റോയൽ ടവറിലാണ് ലേഡീസ് ജിം ഉള്ളത്. ലേഡീസിന് മാത്രമായിട്ട് എന്തിനാണ് ജിമ്മ് എന്നുള്ളത്, പക്ഷേ ലേഡീസ് അവരുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ ലേഡീസ് ഓൺലി ജിമ്മ് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലേഡീസ് മാത്രമായിട്ട് അവർക്കൊരു പ്രൈവസി വേണമെങ്കിൽ ശരിക്കും ലേഡീസ് ജിമ്മ് തന്നെ വേണം. സ്ത്രീകൾക്ക് വർക്കൗട്ട് ചെയ്യുന്നതിന് ഉള്ള ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്, ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്. വീട്ടിലാണെങ്കിൽ നമ്മൾ മോർണിംഗ് വാക്കിന് പോകും. മോർണിംഗ് വാക്കിന് പോകുമ്പോൾ നല്ലതാണ്, ശുദ്ധവായു ശ്വസിക്കാം. നല്ലൊരു കാർഡിയോ വർക്കൗട്ടാണ്. എന്നാലും ഗ്രൗണ്ട് ഒന്നും അത്ര ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഉപ്പൂറ്റി വേദനയും കാൽമുട്ട് വേദനയൊക്കെ വരാനുള്ള സാധ്യത. ജിമ്മിലാണെങ്കിൽ അങ്ങനെയുള്ള ഇത് എല്ലാം നമുക്ക് ഒഴിവാക്കാം. പിന്നെ ജിമ്മിലെ കാർഡിയോ വർക്കൗട്ട് മാത്രമല്ല, സ്ട്രെങ്തനിങ് വർക്കൗട്ടുകളും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി ഉണ്ടാവും. ഒന്നും കൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞു സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് വളരെ പ്രത്യേകതയുള്ളതാണ്. പ്രൊഡക്റ്റുകളുടെ കാര്യമാണ് സംരംഭത്തിൽ നമ്മൾ കൂടുതലായി പറയുന്നത്. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി ഫിറ്റ്നസ് മേഖലയിലെ തന്റെ സംരംഭമായ ലേഡീസ് ക്ലബ് അങ്ങാടിപ്പുറം, അതിന്റെ സാരഥിയായ ഷൈബിയാണ് നമ്മളോടൊത്തുള്ളത്. സംരംഭകരുടെ കഥയുമായി ഞാൻ മനു. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുഞ്ഞു സ്റ്റോറി സംരംഭം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് സ്ത്രീകൾ ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മസിൽ ഡെവലപ്പ് ചെയ്ത് പുരുഷന്മാരുടെ പോലെ മസിൽ വരും എന്നുള്ളത്. പക്ഷേ അത് ഒരു ശരിക്കും തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. സ്ത്രീകൾ സ്ട്രെങ്തൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ സ്ട്രെങ്ത് ആവും, നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുരുഷന്മാരുടെ പോലെ മസിൽ ഒരിക്കലും വരില്ല. ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ബോഡി സ്ട്രക്ചർ ഉണ്ടാവും അവർക്ക്. പിന്നെ അതുപോലെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. പിന്നെ പ്രായമാവുന്നത് എൻ്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ബോഡി പെയിന്, മുട്ടുവേദന, ഇതെന്നൊക്കെ ഉള്ളൊരു റിലീഫ് ഉണ്ടാവും. മൊത്തത്തിൽ ബോഡി നല്ല എനർജറ്റിക് ആയിരിക്കും. ഇതിനങ്ങനെ പ്രായമൊന്നുമില്ല. ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഏത് പ്രായത്തിലും വന്ന് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ലേഡീസ് ക്ലബ് ജിമ്മിൻ്റെ ടീം. ഇത് ട്രെയിനർ സൂര്യ, ഇത് ട്രെയിനർ അശ്വതി. എൻ്റെ പേര് സൂര്യ. ഞാനിവിടെ ലേഡീസ് ക്ലബ് ജിമ്മിലെ ട്രെയിനറാണ്. ഞാനൊരു 10 ഇയേഴ്സ് സ്പോർട്സ് ഫീൽഡിലായിരുന്നു. അത്ലറ്റിക്സ് ആയിരുന്നു എൻ്റെ മെയിൻ. അതിൽ 400 മീറ്റർ നാഷണൽ ചാമ്പ്യനാണ്. അപ്പോൾ ഇവിടെ വർക്കിന് കയറിയിട്ട് 4 മാസമായി. ഞാൻ അശ്വതി, ലേഡീസ് ക്ലബ്ബിലെ ട്രെയിനറാണ്. ഇപ്പോൾ ഈ ജിമ്മിൽ കയറിയിട്ട് 4. കോമൺ ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതിൽ കുറേ ഡയറ്റ് പ്ലാന് അങ്ങനെ കുറേ പലതും ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരാൻ പറ്റും? ഒറ്റയടിക്ക് ഫുഡ് കട്ട് ചെയ്യണ്ട, അത് നല്ല പതുക്കെ കട്ട് ചെയ്താൽ മതി. ഒറ്റയടിക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ പിന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂ വരും. ഒറ്റയടിക്ക് ഇത്രയും കാലമായിട്ട് നമ്മൾ പെട്ടെന്ന് ഫുഡ് ഒറ്റയടിക്ക് കട്ട് ചെയ്യണമല്ലോ, അപ്പോൾ എന്തായാലും ഹെൽത്ത് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെല്ലെ പതുക്കെ കലോറീസ് കാര്യങ്ങൾ പിന്നെ കുറച്ചിട്ട് പിന്നെ പ്രോട്ടീൻ ഫുഡായിട്ട് എഗ്ഗ്, ബനാന അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ച് കൊണ്ടുവരിക. പിന്നെ കലോറീസ് മെയിനായിട്ട് കുറയ്ക്കണം. പിന്നെ കലോറീസ് അതിന് അളവിന് ഓരോ ബോഡിക്ക് ഓരോ കലോറീസ് ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് കഴിക്കുക. ഇപ്പം നമ്മൾ സാധാരണ ലേഡീസ് ആകുമ്പോൾ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്തിട്ട് തടി കുറയ്ക്കണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്.
എന്ന് വെച്ചാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ബെല്ലി ഫാറ്റ് കുറയണം, ഇത്ര വെയിറ്റ് കുറയണം എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പല മാർക്കറ്റിങ്ങിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇൻഷേപ്പ് പോലത്തെ സാധനങ്ങൾ വയറിൽ കെട്ടിയിട്ട് ജിമ്മിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യണത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തൊരു സൊല്യൂഷൻ? ഒരിക്കലും ആഡ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഇത് യൂസ് ചെയ്യാനോ പാടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രം ഇതിന് എഫക്റ്റ് കിട്ടുള്ളൂ. പിന്നെ അതിന് കൂടെ തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളും കൺട്രോൾ ചെയ്യണം. അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ ഇത്ര ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതോ ഏത് പ്രായക്കാർക്കും സ്ഥിരമായിട്ട് ചെയ്യാവുന്നതാണ് ഈ വർക്കൗട്ട്? ഏത് പ്രായക്കാർക്കും എപ്പോഴും വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യുക. അതിന് ഓരോരുത്തർക്കും ഓരോ സെക്ഷനായിട്ടാണ് വർക്കൗട്ട് ചെയ്യുക. അധികം ഫാറ്റുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് ഓരോ വർക്കൗട്ട് ഉണ്ടാവും. സാധാ നോർമലായിട്ടാണ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. മെയിൻ ഇവിടെ ലേഡീസിന് ഇഷ്യൂസ് കാര്യങ്ങളും നോക്കിയിട്ടാവും വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറ്. ഇപ്പോൾ ജിമ്മിൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് കുറേ ലേഡീസ് വരാറുണ്ട്. അല്ലെങ്കിൽ ബാക്ക് പെയിന്, അല്ലെങ്കിൽ മുട്ട പെയിന്, ചിലർക്ക് തേയ്മാനം, അങ്ങനത്തെ കുറേ അസുഖങ്ങൾ ഇപ്പോൾ ഉണ്ട്. പിന്നെ ചിലവർക്ക് ഫാറ്റ് ലിവർ ആകുമ്പോൾ കൂടുതലായിട്ട് വയറ് കൂടുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരേ വർക്കൗട്ട് തന്നെയാണ്, അത് അതിനനുസരിച്ച് അത് ഇതാക്കാനുള്ള വർക്കൗട്ട് എന്തായാലും ഇവിടെ കൊടുക്കുന്നത്? എല്ലാവർക്കും ഒരുപോലെ വർക്കൗട്ടല്ല കൊടുക്കുക. മെയിൻ ഒരാൾ അഡ്മിഷൻ ജിമ്മിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ഇഷ്യൂ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതിനനുസരിച്ച് വർക്കൗട്ട്. ലെഗിനുള്ളവർക്ക് അധികം സ്ട്രെയിൻ ചെയ്തിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ ബെല്ലി ഫാറ്റ് കാര്യങ്ങൾ വരും, പിന്നെ ഫാറ്റ് ലിവർ കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് അധികം അതിന് ഫുഡ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ നോർമലായിട്ട് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളൂ. സാധാരണ നമ്മൾ ജിമ്മിൽ വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കാനുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ബെല്ലി ഫാറ്റ് കൂടിയിട്ടാണെങ്കിലും അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ നോർമലായിട്ട് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുമ്പോൾ അവർക്ക് എങ്ങനെ വർക്കൗട്ട് രീതികളൊക്കെ ചെയ്യും? വെയിറ്റ് ഗെയിനിന് കാർഡിയോ വർക്കൗട്ട് കുറച്ചിട്ട് മാക്സിമം സ്ട്രെങ്തനിങ്ങിന് വർക്കൗട്ടാണ് മെയിൻ കൊടുക്കുക. പിന്നെ എന്താണ് പ്രോപ്പറായിട്ട് പ്രോട്ടീൻ ഫുഡ് അടങ്ങിയ മെയിൻ ഭക്ഷണം എന്തായാലും വേണ്ടി വരും. പിന്നെ കലോറീസ് കൂട്ടിയും ഓരോ ബോഡിക്ക് ഓരോ കലോറീസ് അനുസരിച്ചിട്ടാണ് വെയിറ്റ് ഗെയിൻ്റെ ആൾക്കാർക്ക് കൊടുക്കുക. ഷൈബിയുടെയും ലേഡീസ് ക്ലബ് ജിമ്മിൻ്റെയും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരേക്കും ജയ് ഹിന്ദ്.